1284 സർക്കാർ ആശുപത്രികൾ, 6355 ഡോക്ടർമാർ, 21421 പാരാമെഡിക്കൽ ജീവനക്കാർ. ഇങ്ങനെ പോകുന്നു കേരളത്തിലെ സർക്കാർ മേഖലയുടെ വലിപ്പം. ഇത്ര വിപുലമായ സംവിധാനങ്ങളുള്ള സംസ്ഥാനത്ത് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല ഉപകരണങ്ങളുടെ ലഭ്യത കുറവ്. ഔദ്യോഗിക തലത്തിൽ തന്നെയുള്ള മെല്ലെപ്പോക്കാണ് ഇതിന് പ്രധാന കാരണമാകുന്നത്. മുൻഗണനാ മേഖല എന്ന നിലയിൽ മരുന്നും ഉപകരണങ്ങളും വാങ്ങാൻ മുന്തിയ പരിഗണന നൽകേണ്ടതുണ്ട്. അത് പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നാണ് ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ നിന്ന് വ്യക്തമായത്. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും 100% ഡോക്ടർ ഹാരിസിനെ പിന്തുണയ്ക്കുകയായിരുന്നു. 3.5 ലക്ഷം ശമ്പളം വാങ്ങിയിട്ട് തനിക്കിത് ചെയ്തു നൽകാൻ കഴിയുന്നില്ല എന്നാണ് ഡോക്ടർ പരിഭവിച്ചത്. അത് കേരളത്തിൽ ഇതിനു മുമ്പ് കേൾക്കാത്ത പരിദേവനമാണ്. എനിക്കിത്ര ശമ്പളം കിട്ടിയിട്ടും അതിനുള്ള ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഒരു പൗരൻ പറയുന്നത് ഒരു പക്ഷേ ആദ്യമായിരിക്കും. അസാധാരണമായ ആ തുറന്നു പറച്ചിൽ തീർച്ചയായും ഒരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യ സൂചികയിലെ മികവിലേക്ക് നമ്മൾ എത്തിയത് പതിറ്റാണ്ട് മുമ്പ് നടത്തിയ നിക്ഷേപം കൊണ്ടാണ്. 2016 കേരളം ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചത് 5642 കോടി രൂപയാണ്. കേരളത്തിന്റെ ഇരട്ടി ജനസംഖ്യയുള്ള കർണാടക ആ വർഷം ചെലവഴിച്ചത് 6321 കോടി രൂപ മാത്രവും. 7.25 കോടി ജനസംഖ്യയുള്ള തമിഴ്നാട് ചെലവഴിച്ചത് 8219 കോടി രൂപയും. ജനസംഖ്യയുടെ പകുതിയും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന തമിഴ്നാടിന്റെ വിഹിതം എത്ര കുറവാണ് എന്ന് കാണുക. കേരളത്തിൽ ആളോഹരി ചെലവഴിക്കുന്നത് 1659 രൂപയാണ്. കർണാടകയിൽ അത് 1036 രൂപയും തമിഴ്നാട്ടിൽ 1141 രൂപയും മാത്രമാണ്. കേരളം ആരോഗ്യ മേഖലയ്ക്ക് അന്ന് നൽകിയ ആ പ്രാധാന്യം കൊണ്ടാണ് ഇവിടെ സൂചികകളിൽ ഒന്നാമതെത്തിയത്.